എഗെയിൻ എമ്പുരാൻ റിലേറ്റഡ് കോണ്ടന്റ് ആണ്. അപ്പം എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കോൺട്രവേഴ്സിയുടെ ഒരു കലാശക്കൊട്ട് എന്നോണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലാലേട്ടൻ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നീട് പൃഥ്വിരാജ് കുമാരനാണെങ്കിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കലാശക്കൊട്ട് എന്നോണം നമുക്ക് ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങളിലൂടെ സംസാരിച്ച് പോകാനുണ്ട്. ആദ്യം തന്നെ ശിവജി എന്ന് പറഞ്ഞ് ഒരു സംഖ്യയായിട്ടുള്ള ഒരു വ്യക്തി വന്ന് പറയുന്ന മീഡിയയുടെ മുന്നിൽ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശിവജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശിവജി എന്ന് പറഞ്ഞ ഒരു സംഖ്യയാണ് സംസാരിക്കുന്നത് കിരൺ സാറേ. അതറിയാം. സംഖ്യയാണ്. പ്രത്യേകം പറഞ്ഞ മറ്റേ പുള്ളിയോട്, നമ്മുടെ ദീപനോട്, ഞാൻ സംഖ്യ തന്നെയാണ്. ഞാൻ പറയുന്നത് ഗോദ്രയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവന്മാരെ ഞങ്ങൾ തട്ടിയതുവാ. എന്താ പ്രശ്നം? അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക്, അങ്ങനെയൊക്കെ കരുതുന്നവർക്ക്, പിന്നെ അത്തരം പ്രാകൃത ചിന്താഗതിയുമായി കഴിയുന്നവർക്ക് അങ്ങനെ കഴിയാം. തീവ്രവാദികളെ ഞങ്ങൾ തട്ടും, ഇനി തട്ടും. അത് മുസ്ലിം അല്ലേ? ശരി. അല്ല, തീവ്രവാദികൾ ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത് താങ്കളാണ്. ഈ ലോകം മുഴുവൻ തീവ്രവാദമില്ലാത്ത, മുസ്ലിം തീവ്രവാദില്ലാത്ത ഒറ്റ രാജ്യം തനിക്ക് പറയാൻ പറ്റൂ? ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? 500-ൽ പരം രാജ്യങ്ങളുണ്ട് മുസ്ലിം തീവ്രവാദമില്ലാത്ത ഒറ്റ രാജ്യം കിരണ് പറയാൻ പറ്റൂ? ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇനിയിപ്പോ പൃഥ്വിരാജല്ല, ഭർഗോവിയുടെ മകനല്ല, മോഹൻലാലല്ല, ഏതവരെ വിളിച്ചാലും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ പറയാം, പക്ഷേ ആളുകൾ ചിരിക്കുകയാണെന്നൊക്കെ കേട്ടിട്ട് പൃഥ്വിരാജ് IS ബന്ധമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് സാമാന്യ ബുദ്ധിയൊക്കെ വേണം വിമർശനം പറയുമ്പോഴാണ് ആളുകൾ പറയുന്നത്. ഞങ്ങൾ പറയുകയും ചെയ്യും. ഞങ്ങൾ ഒരു ഹിന്ദുവിന്റെ ആ ഒരു ഹിന്ദുവിന്റെ കാര്യം പറയും. പിന്നെ കുഴപ്പം സംഖ്യക്ക് എന്താ വല്ല കുറവുണ്ടോ? സംഖ്യ സംസാരിച്ച് ആരെ ചോദിച്ചാൽ ഏത് അന്തംഗമി അവിടെ, ഏത് അന്തംഗമി ദീപം അവിടെ കോടതി എടോ ശിവജി, ഇന്ത്യ ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല എന്നുള്ളത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഞങ്ങൾ അങ്ങനെ കലാപം ഉണ്ടാക്കി, ഞങ്ങൾ അങ്ങനെ ചെയ്തു, എന്താണ് പ്രശ്നം? അതാണ് പറഞ്ഞത്. ഇത് ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല. ഇവന്മാരിപ്പം ഈ പറയുന്ന ഇത്രയും വലിയൊരു ഇത്രയും ധൈര്യത്തോടു കൂടി തന്നെ മീഡിയസിന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ കാണിക്കുന്നില്ലേ, ഞങ്ങൾ ചെയ്തു ഇനിയും ചെയ്യും എന്നുള്ള ഇതിലൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവൻ്റെയൊക്കെ അഹന്ത ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ കേന്ദ്രം മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയൊട്ടൊക്കെ ഭരിക്കുന്നത് BJP ആയിരിക്കും, പക്ഷേ കേരളത്തിൽ BJP അല്ല. ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇന്നലകളിലാണെങ്കിൽ കോൺഗ്രസ് ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. ഇവിടെ ഒരു BJPയിലെ ഒരു പ്രവർത്തകൻ വന്നിരുന്നിട്ട് സംസാരിക്കുകയാണ്, ഞങ്ങളത് ചെയ്തു, അതിനിപ്പോൾ എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം എന്ന് തോന്നിവാസങ്ങളില്ല. അന്നത്തെ ഒരു പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ. 17 വർഷങ്ങൾക്ക് മുന്നേ വന്നൊരു വാർത്തയുടെ ഫ്രണ്ട് പേജിലുള്ളതാണ്. കലാപത്തിന് പിന്നിൽ മോദി. ആ കലാപം ഉണ്ടാക്കിയതിന് പിന്നിൽ മോദിയായിരുന്നു, നരേന്ദ്രമോദി ആയിരുന്നു. പിന്നീട് ബാബു ബജ്രംഗ് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്തായിരുന്നു? മോദി പറഞ്ഞിട്ടാണ് ചെയ്തത്, എനിക്കിങ്ങനെ ആൾക്കാരെ കൊല്ലുന്നൊക്കെ പറഞ്ഞ ഒരു ഹരമാണ്, അത് രസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ട്രെയിൻ കത്തിച്ചതും കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവർ തന്നെയാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രതികാരം എന്നോണം ആ ചെയ്ത ആൾക്കാരെ അല്ലേ ഈ ഒരു പ്രതികാരം തിരിച്ച് തീർക്കേണ്ടത്. അല്ലാതെ നിരപരാധികളായിട്ടുള്ള എത്ര സ്ത്രീകളെ, എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നൊടുക്കിയത് പോട്ടെ, അതൊരു സൈഡിലോട്ട് മാറ്റി നിർത്തിയാലും നിങ്ങൾ എത്ര പേരെയാണ് നിങ്ങൾ മാനഭംഗപ്പെടുത്തി പീഡിപ്പിച്ചത്? കൊച്ചുകുട്ടികൾ മുതൽ എത്ര സ്ത്രീകളെ വരെ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ വരെ പീഡിപ്പിച്ചു. അതിനൊക്കെ എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? നിരപരാധികളായിട്ടുള്ള ആൾക്കാർ അല്ലേ? അതായത് ഇവൻ്റെയൊക്കെ കാമം തീർക്കാനെ കൊണ്ട് ആ ഒരു അവസരത്തെ മുതലെടുക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ, ഒരു നാണക്കേടും ഇല്ലാതെ ഇവൻ്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ, ഇവൻ്റെയൊക്കെ മുകളിലിരിക്കുന്ന ഇത്രയും കൊള്ളരുതായ്മകൾ കാണിച്ചേക്കുന്ന കേന്ദ്രത്തിലിരിക്കുന്ന പുന്നാരമക്കൾ, ഇതുപോലെ ഈ മതവും ഈ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഭ്രാന്തന്മാർ വന്നിട്ട് പറയാണ് നിൻ്റെയൊക്കെ വീട്ടിലെ അമ്മയും പെങ്ങളെയും കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവന്മാർ അതും ചെയ്യും. ഇങ്ങനെ ഭ്രാന്തായിട്ട് നടക്കുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ നല്ലവരായിട്ടുള്ള RSSൽ അല്ലെങ്കിൽ BJPയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. ഈ പറയുന്ന പോലെ മനുഷ്യരായിട്ട് കാണാൻ സാധിക്കുന്ന, ഒരു സിനിമയായി കാണാൻ സാധിക്കുന്ന, തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാൻ സാധിക്കുന്ന, അതിപ്പം നമ്മുടെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കെതിരെ വിരൽ ചൂണ്ടണം അവർ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ വേണം ഒരു രാഷ്ട്രീയ പ്രവർത്തനം, ഒരു മതേതരത്വം അല്ലെങ്കിൽ ഒരു രാജ്യസ്നേഹം എന്ന് പറഞ്ഞത് അങ്ങനെ വേണം കാണിക്കാനെ കൊണ്ട്. അല്ലാതെ ഇവന്മാരുടെ കൂട്ടി ഈ രാജ്യസ്നേഹമെന്നും മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഗീയതയും ഈ പറഞ്ഞ രാജ്യദ്രോഹം കാണിക്കുന്ന ഇവന്മാരാണ് ശരിക്കും തീവ്രവാദികൾ. ആൻഡ് എൻ്റെ ആ നല്ലവരായിട്ടുള്ള BJPയിലെ RSSലെ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയണം, ഇവനെ പോലുള്ള പുന്നാര മക്കളാണ് നിങ്ങൾക്കൂടെ നാണക്കേട് ഉണ്ടാക്കി തരുന്നത്. സീരിയസ്ലി പറയാണ്. ഇപ്പം എനിക്കറിയാം, എൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട് ഇതിലൊക്കെ പ്രവർത്തിക്കുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് എത്ര വിവേകത്തോടു കൂടി തന്നെയാണ് അവരെൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പം അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് നാറികളാണ് ഇവനൊക്കെയാണ് തീവ്രവാദികൾ. വന്നിരുന്ന് പറയാം ഞങ്ങളത് ചെയ്തു, എന്താണ് പ്രശ്നം എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിജയ് ആണെങ്കിൽ അവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിലാണെങ്കിൽ വിജയ് ഒരു സ്പീച്ച് നടത്തിയിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിനെയും അതേപോലെ തന്നെ BJPക്കൊക്കെ നല്ല കൊട്ടുകൊടുത്ത് സംസാരിച്ചു. അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ BJPക്കെതിരെ എന്ത് പറഞ്ഞാലും ഒരു വിഷയമില്ല. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ തന്നെ ആലോചിക്കും, നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ കുറിച്ചിട്ട് എത്ര ആൾക്കാർ സംസാരിക്കാറുണ്ട്? നിരവധി സംസാരിക്കാറില്ല. അതേപോലെ കോൺഗ്രസിലുള്ളതിനെ പറ്റിയിട്ട് സംസാരിക്കാറില്ലേ? BJPനെ പറ്റി പറയുമ്പോൾ മാത്രം എന്താണ് ഇത്രയ്ക്ക് കുരു പൊട്ടാനെ കൊണ്ട്
അതായത് ഓക്കെ ആർക്കൊക്കെയാണോ ഇവിടെ കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ട രീതിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗുജറാത്ത് കലാപം നടന്നിട്ടേക്കുന്ന ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ കൊച്ചു കുട്ടികളായിട്ടുള്ള പല ആൾക്കാരും ആ ഒരു സംഭവം മറന്നു പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും പലരും അതിനെപ്പറ്റി വലിയ ബോധമായിരിക്കത്തില്ല. പക്ഷേ ആ ഒരു ഒറ്റ സാധനത്തിന്റെ പേരിലാണ് നരേന്ദ്രമോദി ഈ ഭരണത്തിൽ കയറിയേക്കുന്നത്. ഇന്ന് BJP അങ്ങും ഇങ്ങും എല്ലാം നിലനിൽക്കുന്ന ആ ഒരു ഒറ്റ വിഷയത്തിന്റെ പേരിലാണ്. ഇപ്പൊ മണിപ്പൂർ കലാപത്തിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിയൊക്കെ എന്താണ് ചെയ്യുന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു അതിലെ രാഷ്ട്രീയ അജണ്ട എന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഓരോ ആൾക്കാർക്കും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ശരിയാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ എല്ലാവരും അറിയുമല്ലോ എന്നുള്ളൊരു ഭയമാണ്, എന്നുള്ളൊരു ഒറ്റ ഭയമാണ് ആ ഒരു സിനിമയോട് ഇപ്പം കാണിക്കുന്ന ഒരു വിദ്വേഷം വെറുപ്പൊക്കെ. ഓക്കെ, ഞങ്ങളിതൊക്കെ ചെയ്തു എന്താണ് പ്രശ്നം എന്ന് അവൻ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേജർ രവി കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് വെറുതെ ഞാൻ അങ്ങെന്നൊക്കെ വിളിച്ചുകൊണ്ട് ആ ഒരു ബഹുമാന പുരുഷമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളിയാണെങ്കിൽ അന്ന് ആ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് വന്നിരിക്കുന്ന ആ ഒരു ബൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബഹുമാനം കൊടുത്ത് ഞാൻ കുറച്ച് സംസാരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞേക്കുന്ന ആ ഒരു വീഡിയോക്കകത്തിൽ ഒരു ബൈറ്റ് മാത്രം ജസ്റ്റ് കൊണ്ട് പ്ലേ ചെയ്യാം. പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. ഓക്കെ, അന്ന് പടം കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇയാൾ എന്തോ പറഞ്ഞെന്നറിയോ? പൃഥ്വിരാജ് വേറെ ലെവല്. കാരണം അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാന്നുള്ളത്. പക്ഷെ അത് രാജുവിന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയായാലും ആ ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വെള്ളമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇങ്ങനെ നാക്കൊഴിഞ്ഞുള്ള സംസാരം കേട്ട് എനിക്ക് അതാ തോന്നി. ഇനിയിപ്പോൾ വെള്ളം അടിച്ചിട്ടാണ് ഈ കിക്കിൽ നിന്നിട്ടാണോ ഇന്ന് പടം കണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെ പറഞ്ഞേക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഒരു വായിൽ തന്നെ രണ്ട് വർത്തമാനമാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിന്ന് പറഞ്ഞു തരാം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പോസ്റ്റ് കഴിഞ്ഞിട്ട് മാസീവായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പറച്ചിലെല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്ക് ഇനി ഒരു കട്ട് ചെയ്തെല്ലാം മാറ്റിയല്ലേ. ലാലേട്ടനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് മറ്റേ ആ ഒരു കാലപ്പാനി സിനിമയ്ക്ക് അതിലെ ഷൂന്നൊക്കെയാണ് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേയൊക്കെ. അപ്പോൾ ലാലേട്ടൻ്റെ അതിലോട്ട് ഇങ്ങോട്ട് വരാം. നമുക്ക് അതിന് മുന്നെയാണെങ്കിൽ മുരളി ഗോപിയുടെ ഒരു 2020 പറഞ്ഞേക്കുന്ന ഈ ഒരു സെൻസർ ബോർഡിനെ പറ്റി പറഞ്ഞേക്കുന്ന ഒരു നിലപാടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഐ എം അഗൈൻസ്റ്റ് സെൻസർഷിപ്പ്. സെൻസറിംഗ് എന്ന് പറയുന്നത് ഒരു ആന്റി ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണെന്ന് പറയുമ്പോഴും നമ്മൾ സ്വാതന്ത്ര്യതര ഇന്ത്യയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻസർഷിപ്പ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത് ശരിക്കും ഡിക്റ്ററ്റോറിയൽ കൺട്രീസിലുള്ള പോലെയുള്ള സെൻസർഷിപ്പാണ്. ആൻഡ് സെൻസർഷിപ്പിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് അന്നന്ന് അപ്പോൾ ഭരിക്കുന്ന ഭരണ പാർട്ടികളുടെ ഒരു ആമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിനെ മറികടക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവരുടെ റൂൾ ബുക്സ് നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആർട്ടിനെ റിഫ്ലക്ട് ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമേ ആർട്ട് കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് വൈസ് ആയിട്ട് തന്നെ സെൻസർഷിപ്പ് റൂൾസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ബോളിവുഡിനുള്ള സെൻസർഷിപ്പ് റൂളല്ല കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലല്ല തമിഴ്നാടല്ല കർണാടകയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും വിഘടിച്ച് വളരുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ പോകുന്നത്. ആർട്ടിൻ്റെ കാര്യത്തിൽ വളരെ വളരെ എവിഡൻ്റ്. അപ്പോൾ ഐ എം അഗൈൻസ്റ്റ് സെൻസർഷിപ്പ്. സെൻസർഷിപ്പ് ഷുഡ് ബി ഡൺ അവേ വിത്ത്. ബട്ട് സർട്ടിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾ കാണണമോ എന്നുള്ള ഡിസിഷൻ എടുക്കാം. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ഇരുന്നിട്ട് ബാക്കിയുള്ള മനുഷ്യർ ഇത് കാണണമോ എന്ന് സംസാരിക്കുന്നത് ദേവന്മാർക്ക് മാത്രമേ സാധിക്കൂ. അതാണ് നിലപാട്. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ ആണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കറങ്ങി നടക്കുന്ന മറ്റൊരു പോസ്റ്റ് കൂടെ ഉണ്ട്. ഞാൻ ഒരു പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. എൻ്റെ വീട്ടിലെ ചുമരിന്മേൽ കുറേ പേരുടെ പടമൊന്നുമില്ല, ഒറ്റ പടം മാത്രമേ ഉള്ളൂ, എൻ്റെ അച്ഛൻ്റെ. മാപ്പ് ജയം പറയൂല, അഴിയെങ്കിൽ അഴി, കയറെങ്കിൽ കയറ്, അത്രേ ഉള്ളൂ. അതായത് ഇദ്ദേഹം തന്നെ റൈറ്റ് ചെയ്തിരിക്കുന്ന സിനിമയിലെ ഡയലോഗാണിത്. അത് തന്നെ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെ. ഇദ്ദേഹം ഇതിനെപ്പറ്റി എവിടെയും വന്ന് പ്രതികരിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് തന്നെയാണ് നിലപാട്, അത്രേ ഉള്ളൂ. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ലാലേട്ടൻ ഇട്ടേക്കുന്ന ആ ഒരു പോസ്റ്റിനകത്ത് എന്താ പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമമുണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം, മോഹൻലാൽ. ലാലേട്ടൻ ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു കോടതി വന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ അപ്പീൽ പോയിട്ട് ഇത് റീഎഡിറ്റ് ചെയ്ത് മാറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തേക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒന്നും അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വന്നതിൻ്റെ പേരിലല്ല. ഇവിടെ ഭരണത്തിൽ, നമ്മുടെ കേരളത്തിൽ ഭരണത്തിലില്ലാത്ത ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ചില ആളുകൾ ഇവർക്ക് കണ്ടിട്ട് കുരു പൊട്ടുകയാണ്. കാര്യം ഓക്കെ, ഇവരെ പറ്റിയിട്ട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോഴാണല്ലോ ഇത്രയും പൊള്ളേണ്ട ആവശ്യം. സത്യം അല്ലെങ്കിൽ ഇത്രയും പൊള്ളേണ്ട ആവശ്യമില്ലടേ, ഇത്രയും പൊള്ളേണ്ട ആവശ്യമില്ല. അന്ന് കേരള സ്റ്റോറിക്ക് കൈയടിക്കുകയും ഇന്ന് ഇതിനെതിരെ പറയുകയും ചെയ്യുന്ന ഇതേ ആളുകൾ അന്ന് സിനിമയ്ക്കായിട്ട് ആണോ എന്ന് പറഞ്ഞ ആളാണ് കെ സുരേന്ദ്രനൊക്കെ. ഇന്ന് അവരെന്താണ് മാറ്റി പറയുന്നത്?
അപ്പോൾ ഇങ്ങനെ നിലപാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റീ എഡിറ്റ് കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല. പിന്നെ ലാലേട്ടനെ പോലുള്ള ഒരു വ്യക്തിക്കൊക്കെ ആണെങ്കിൽ ഇനിയും ഈ ഒരു ഫീൽഡിൽ മുന്നോട്ട് പോകാനുള്ളതാണ്. അപ്പം ഈ വെറുതെ ആൾക്കാരെ വെറുപ്പിക്കേണ്ട എന്നുള്ളത് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ എന്താണെങ്കിലും അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇനി അത് കഴിഞ്ഞിട്ട് മല്ലിക സുകുമാരനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് കൊണ്ടൊന്ന് പ്ലേ ചെയ്യാം. പ്രധാനപ്പെട്ട ഭാഗം മോഹൻലാലിനോ ആന്റണി പെരുമ്പാവൂരിനോ അറിയാതെ ഈ സിനിമയിൽ ഒരു ഷോട്ട് പോലും എടുത്തിട്ടില്ല എന്നതാണ് മല്ലിക എടുത്തു പറയുന്ന കാര്യം. നേരത്തെ പറയുന്നത് പൃഥ്വി പറഞ്ഞു, മോഹൻലാലിന് അറിയാതെയാണെങ്കിൽ പൃഥ്വി മാത്രം തീരുമാനിച്ചാണ് ഇങ്ങനെ ഷോട്ട്സ് എടുത്ത് ചെയ്തത് എന്നൊക്കെയാണ്. മോഹൻലാൽ ഓരോ ഷോട്ടും അത് മല്ലിക എടുത്തു പറയുന്നത് ഒരു ഇടയ്ക്ക് സിനിമ ഷൂട്ടിങ്ങിനിടെ പൃഥ്വിനെ വിളിച്ചപ്പോൾ ഗുജറാത്തിലാണെന്നും മോഹൻലാലിനെയും ആന്റണിയെയും സിനിമയിൽ ഇതുവരെ എടുത്ത ഭാഗങ്ങളെല്ലാം കാണിക്കുകയാണെന്നും എടുത്തു പറഞ്ഞുകൊണ്ടാണ് മല്ലിക പറയുന്നത്. പിന്നെ ഈ ഒരു വിവാദത്തിലേക്ക് നയിച്ച ഒരു കാര്യം ഇതിൽ മേജർ രവിയുടെ ഇടപെടലായിരുന്നു. കഴിഞ്ഞ ദിവസം മേജർ രവി ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പറഞ്ഞത്, സാധാരണ താൻ അറിയുന്ന മോഹൻലാൽ ഒരു സിനിമയിൽ എത്ര രംഗങ്ങളുണ്ടെങ്കിലും തന്റെ രംഗങ്ങൾ അഭിനയിച്ച് അതിന് ഡബ്ബിംഗ് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയെ വലിയ കാര്യമായി എടുക്കാറില്ല, അങ്ങനെ ചെയ്യുന്ന ഒരു മോഹൻലാലാണ് എന്നതാണ്. എന്നാൽ എന്തിനാണ് മേജർ രവിയുടെ പേരെടുത്തുകൊണ്ട് തന്നെയാണ് മല്ലിക സുകുമാരൻ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദത്തിന്റെ ആവശ്യം, മോഹൻലാൽ അങ്ങനെ അറിയുന്ന ഒരാളാണോ എന്നതാണ്. ഒപ്പം തന്നെ ഇതിൽ മേജർ രവിയോട് ചോദിക്കുന്നു, മേജർ രവി പല പ്രശ്നങ്ങളും പറയുന്നു. അതിൽ മേജർ രവി പറയുന്നത് പട്ടാളക്കാരായ ചിലർ തന്റെ സഹപ്രവർത്തകർ തന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്നൊക്കെ. അതിന് തന്റെ മകൻ എന്ത് പിഴച്ചു എന്നാണ് മല്ലിക എടുത്തു ചോദിക്കുന്നത്. ഈ സിനിമയിലുള്ള രാഷ്ട്രീയ വിവാദത്തിൽ മല്ലിക സുകുമാരൻ പറയുന്നു, തന്റെ മക്കൾക്കും തനിക്കുമൊക്കെ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുണ്ട്, പക്ഷേ പറഞ്ഞ വാക്കിലും പറഞ്ഞ നിലപാടിലും ഉറച്ചു നിൽക്കുന്നവരാണ് പൃഥ്വിരാജും തന്റെ മക്കളും എന്ന്. അതിലൊരു അണുവിട വ്യത്യാസമില്ല, അതിന്റെ പേരിൽ ആരുമായിട്ടും തർക്കവുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് മല്ലിക സുകുമാരൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിന് ശേഷമാണെങ്കിൽ മേജർ രവി ആണെങ്കിൽ പിന്നോട്ടൊന്ന് പറയുന്നുണ്ട്, അതായത് ഇതൊരു അമ്മയുടെ വികാരമാണ് ഇപ്പം മല്ലിക സുകുമാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. എടേ ഒന്ന് ആലോചിക്കുക, അമ്മയുടെ വികാരം ഇനി അങ്ങനെ പറഞ്ഞാക്കിയാൽ മതില്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് മേജർ രവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സംഖ്യയാണ്, ഓക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നുള്ളത്. അപ്പം വളരെ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ പറയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോ ഇട്ട ആൾക്കാർക്ക് മനസ്സിലാവും, അതായത് ഈ BJP എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിന്ന് എടുത്ത് കളയേണ്ടുന്ന ആൾക്കാരെന്നായിട്ട് ഇവർ തന്നെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന തെറ്റ് കണ്ടാൽ, സ്വന്തം പാർട്ടിയിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എടുത്ത് കളയണം. അല്ലാതെ ഈ പറയുന്ന TG മോഹൻദാസിനെ പോലെ അയാൾ ഈ ഒരു ലാലേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കിന് മോഹൻലാൽ അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്തും വർഗീയത കുത്തിയേക്കുന്ന വലിയൊരു വിഷം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പം ഈ മേജർ രവിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പാർട്ടിയിൽ ആവശ്യം അല്ലേ. എടാ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ നമ്മുടെ ജയത്തിന് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്ര സേവനമായിരിക്കണം അല്ലേ, അല്ലാതെ ബാക്കിയുള്ളവരെ അടിച്ചമർത്തി അവരെ ഇല്ലാണ്ടാക്കി ചെയ്യുന്ന ഒരു പരിപാടിയല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പം ഈ കേന്ദ്രത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ മുൻകാലങ്ങളിൽ ഇത്രയും ക്രൂരതകൾ ചെയ്തു വന്ന് സ്റ്റിൽ അവർ റിപ്പീറ്റ് ചെയ്യാണ്. ഈ ഒരു എമ്പുരാൻ സിനിമയ്ക്കകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇനി ഭാവിയിൽ ഈ പറയുന്ന ബാബു ബജ്രംഗ് പോലുള്ള ആൾക്കാർക്ക് കേരളത്തിലുള്ള ഒരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു ദുരന്തം അയാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരൊറ്റ ഫോൺ കോൾ, ഒരൊറ്റ ബോംബ് വെച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സ്പോയിലർ ആവുന്നതുകൊണ്ട് ഞാൻ അധികമായിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ വലിയൊരു പേടിയാണ്, നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നാളുകളിൽ ഇത് സംഭവിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ നിന്ന് അവർക്ക് ഒരു രീതിയിൽ അങ്ങോട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു BJPനെ പൊക്കിക്കൊണ്ട് വരാനെ കൊണ്ട് അവർക്ക് പറ്റുന്നില്ല. കാരണം ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും കുറച്ച് വിവരമുണ്ട്. പക്ഷേ ഈ BJPയിൽ തന്നെയുള്ള ആൾക്കാർ തന്നെയാണെങ്കിൽ വിളിച്ച് പറയാം, ഞങ്ങൾക്ക് 100% ലിറ്ററസി ഒന്നുമില്ല, ഞങ്ങൾക്ക് 0 പോലും ഇല്ല, ഞങ്ങൾക്ക് -ആണ് ലിറ്ററസി എന്ന് പറയുന്ന രീതിയിലാണ് കുറേ ആൾക്കാർ. ആദ്യം വെച്ച ഒരു ക്ലിപ്പില്ല ശിവജിയൊക്കെ വന്ന് സംസാരിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്താണ് കുഴപ്പമെന്ന്. ഇവിടെ എന്തോന്നടേ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഒരുത്തൻ്റെ ഏകാധിപത്യം ഒന്നുമല്ല, ഒരുത്തൻ്റെ തന്തയുടെ വകയല്ലേ ഈ രാജ്യം. പിന്നെ മേജർ രവി വന്നിട്ടാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ലാലേട്ടൻ പടം പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ കള്ളങ്ങൾ വിളിച്ച് പറയാണ്. ഓക്കെ, ഇടേ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ലാലേട്ടൻ ഓക്കെ മേ ബി നിങ്ങൾ പറഞ്ഞ പോലെ പടം കണ്ടിട്ടുണ്ടായിരിക്കില്ല, എഡിറ്റിന് ശേഷമുള്ള ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കില്ല. എന്ത് തന്നെ ആണെങ്കിൽ കൂടി ഈ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എന്തായാലും പൃഥ്വിരാജ് കുമാരൻ ചെന്ന് പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ്റെ സീൻ മാത്രമല്ലല്ലോ പറയുന്നത്, അത് മാത്രമല്ലല്ലോ പറഞ്ഞിട്ടല്ലല്ലോ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്, മുഴുവനായിട്ട് സിനിമയുടെ കഥ പറഞ്ഞിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുകയാണ്, അതായത് ഞാൻ BJP ആണ്, എന്നിട്ട് പട്ടാളത്തിലുള്ള കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളത് വളരെ കൃത്യമായി ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ ഈ അഗ്നിപത്ത് എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നിട്ട് എന്താണ് ഇവിടെ ഇന്ത്യക്കകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, എന്താണെങ്കിലും മല്ലിക സുകുമാരൻ പറയുന്ന ബാക്കി കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് വെക്കാം ഇങ്ങോട്ട്. നല്ലതേ അറിയാം, വലിയ നേതാക്കന്മാർ തൊട്ട് ഇന്നലെ വന്ന പിള്ളേരെ വരെ എനിക്ക് ആരോടും പരാതിയില്ല, പരിഭവവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എന്റെ മകൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നി. ശുദ്ധ നുണയാണ് അദ്ദേഹം എഴുതിയത്. ഇതൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല, ആർക്കും കാണാൻ പറ്റില്ല. പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും. അത് എല്ലാവർക്കും അറിയാം, ആ യൂണിറ്റിലുള്ള എല്ലാവർക്കും അറിയാം, ലൈറ്റ് ബോയ്സ് തൊട്ടുള്ളവർക്ക് അറിയാം. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേജർ രവിയുടെ വല്ല കാര്യത്തിലാണോ, അതോ അദ്ദേഹം മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മോഹൻലാൽ പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് ചതിച്ചെന്ന്, ആന്റണി പെരുമ്പാവൂരും പറഞ്ഞിട്ടില്ല ചതിച്ചെന്ന്. പക്ഷെ മേജർ രവി മാത്രമാണ് പറഞ്ഞത് ഓക്കെ പൃഥ്വിരാജ് ചതിച്ചു, പൃഥ്വിരാജ് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ. അതേ അയാൾ തന്നെ കുറച്ച് ദിവസങ്ങൾ മുന്നേ പടം കണ്ടിട്ട് വന്ന് പറഞ്ഞു ഓക്കെ നല്ല പടം, പൃഥ്വിരാജ് സുകുമാരൻ ഈസ് ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. ഇവിടെ ഒരു വായിൽ 2 വർത്താനം.
എന്തോന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുജയ പാർവതി, എനിക്ക് അത്യാവശ്യം ഈ പറയുന്ന മീഡിയ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു സുജയ പാർവതി എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം വന്ന് എന്തോന്നടേ ഈ പറഞ്ഞേക്കുന്നത്. പറയുന്നത് പോലെ സംഘപരിവാറിനല്ല, നിർമ്മാതാക്കൾക്കും അതിലെ ബിഗ് ഗമ്മിനുമാണ് പൊള്ളിയത്. മോഹൻലാലിനാണ് യഥാർത്ഥത്തിൽ പൊള്ളിയിരിക്കുന്നത്. പൊള്ളുക മാത്രമല്ല, നല്ല രീതിയിൽ പൊള്ളി കുമളച്ചിരിക്കുകയാണ് മോഹൻലാൽ. കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയ്ക്കാണ് ഇവിടെ ക്ഷതമേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത. സംഘപരിവാറിന് എന്ത് പൊള്ളാൻ? ഒരു സിനിമ കൊണ്ട് സംഘപരിവാർ എന്ന പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ സംഭവിക്കും, RSSും കേന്ദ്ര സർക്കാരും എല്ലാം ഉടനെ ഇടപെട്ടുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിക്കും എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാകും. അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും, ഈ സിനിമയിൽ വിമർശിക്കപ്പെട്ടു എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും, അവർ രണ്ടുപേരുമാണ് ഇതിനകത്തെ പ്രധാന വില്ലന്മാരായി പോർട്രേ ചെയ്യുന്നത് എന്നതാണ് സിനിമ കണ്ടവർ പറയുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുവാണ് ഈ പറയുന്നത്? സിനിമ കണ്ടിട്ടില്ലെന്ന്. സിനിമ കാണാതെയാണോ നിങ്ങളെപ്പോലുള്ള ഇത്രയും വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മീഡിയ പേഴ്സൺസ് വന്നിരുന്ന് ഇങ്ങനെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്? സിനിമ കാണാതെ വന്നിരുന്നാണ് സംസാരിക്കുന്നത്. ഇവിടെയുള്ള ഈ ഒരു BJPയുടെ അല്ലെങ്കിൽ ഈ ഒരു സംഘപരിവാറിനായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് ഭയങ്കര രൂക്ഷ വിമർശനമായിട്ട് വരുന്ന ഓരോ ആൾക്കാരും ഈ പടം എടുത്ത് കളയണമെന്ന് തന്നെ പറയുന്ന ആൾക്കാരെല്ലാം പറയുന്ന ഒരൊറ്റ സാധനമാണ്, അവരാരും പടം കണ്ടിട്ടില്ല. എന്നിട്ട് മറ്റേ TG മോഹൻദാസ് പറഞ്ഞ സാധനം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പടം കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് പടത്തെ പറ്റിയിട്ട് റിവ്യൂ പറയാനും കൂടി എന്തുകൊണ്ട് യോഗ്യത ഉള്ള ഒരുത്തരാണ്. അങ്ങനെ കുറേ പോങ്ങന്മാർ. അപ്പോൾ അവരുമായിട്ട് സാമ്യതപ്പെടുത്താൻ പറ്റുന്ന രീതിയിലല്ല ഇന്ന് സുജയ പാർവതിയുടെ ഈ ഒരു പ്രസ്താവനയും വരുന്നത്. നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കണ്ടേ? ഇത്രയും സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിൽ കയറി കൂടിയ മോഹൻലാലിന് ഇത്രയും ചീത്തവിളി കേൾക്കുന്നത് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത്രയും ചീത്തവിളി മോഹൻലാലിന് കേൾക്കേണ്ടി വരുന്നത്. മോഹൻലാൽ തന്നെ എന്നിട്ട് ഇക്കാര്യത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നത്, ഞാൻ ഈ സിനിമ ഇതുവരെ കണ്ടില്ല, ഞാൻ തിയേറ്ററിൽ പോയാണ് ആദ്യമായിട്ട് സിനിമ കണ്ടത് പറയുന്നത് കംപ്ലീറ്റ് ആക്ടറാണ് മോഹൻലാൽ. എവിടെയാണ് അങ്ങനെ പറഞ്ഞത്? മേജർ രവി വന്നിട്ടല്ലേ ഇങ്ങനത്തെ കുറേ കോപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിനിമ മോഹൻലാൽ ലാലേട്ടനാണെങ്കിൽ സിനിമ കണ്ടിട്ടില്ല, അവൻ പൃഥ്വിരാജ് പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അതും നമ്പിക്കൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ എവിടെയാണ് അങ്ങനെ വന്ന് പറഞ്ഞത്? ഖേദം പ്രകടിപ്പിക്കുന്നു, ആർക്കെങ്കിലൊക്കെ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നേ? അതിന്റെ ഒരു ഗതികേട് ആലോചിക്കണം. പൃഥ്വിരാജ് എത്ര ക്ലവർ ആയിട്ടാണ് ഇതിനെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നു. സിനിമയ്ക്ക് ഒരു പ്രിവ്യൂ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അതും ഇത്രയും വലിയ ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. ഒരു ബിഗ് ബജറ്റ് ചിത്രം മാത്രമല്ല, വർഷങ്ങളെടുത്ത ചിത്രീകരണം. 2019 ഒരു പടത്തിന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ്. അതും ഇത്രയും ആന്റിസിപ്പേഷൻ ഉണ്ടാക്കിയ ഒരു സിനിമ, അതിന്റെ ഒരു പ്രിവ്യൂ വേണ്ട എന്ന് പൃഥ്വിരാജ് തീരുമാനിക്കുമ്പോൾ അതിനായി പറയുന്ന ന്യായം കേൾക്കുമ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലാകണമല്ലോ. അവിടെയാണ് 17 വെട്ട് എമ്പുരാനെ വെട്ടാൻ പോകുന്നത്. എപ്പോഴാണ് വലിയ സൂപ്പർ ഹിറ്റായി കോടികൾ വാരി 100 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്നു വെട്ടണം, 17 വെട്ട് വെട്ടണം, 17 ഭാഗങ്ങൾ വെട്ടിമാറ്റണം. അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ RSSും ഒന്നും ഈ 17 വെട്ട് വെട്ടാൻ പറഞ്ഞതല്ല, അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ്, ഞാൻ വെട്ടിക്കോളാം, എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുത്. എന്തോന്നടി ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നില്ല, ഓക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളൊരു മീഡിയ പേഴ്സൺ ആണ്, അറ്റ്ലീസ്റ്റ് സിനിമയെങ്കിലും കണ്ടിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കണം. പിന്നെ ഓക്കെ, ഗുജറാത്ത് കലാപത്തിൽ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചിരിക്കുന്ന ഇത്രയും ക്രൂര കൃത്യങ്ങൾ ചെയ്ത് കൂട്ടിയേക്കുന്ന ആൾക്കാർ ഒക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള ന്യായം ഉണ്ടായിരിക്കാം. ഓക്കെ, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ വന്ന് ഇങ്ങനെ ചെയ്തു എന്നതിൻ്റെ അർത്ഥം മുസ്ലിം നാമധാരികളായിട്ടുള്ള എല്ലാ ആൾക്കാരെയും രാജ്യത്തുനിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണോ? അതാണോ അതിൻ്റെ ഒരു പോംവഴി? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സാധനമായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളത്. അവർക്ക് നാട്ടിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ സാധനം തന്നെ ഫോളോ ചെയ്ത് വന്നേക്കുന്ന ആൾക്കാരായിരുന്നു ഈ പറഞ്ഞ സംഘപരിവാർ അന്നത്തെ BJPക്കാരും ഒക്കെ പറയുന്നത്. അത് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ കേരളത്തിലെ BJPയിൽ RSSലുള്ള ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഈ സാധനങ്ങൾ പറയുമ്പോൾ അതിൽ ശരി ചെയ്ത് തെറ്റേന്ന് മനസ്സിലാക്കാനെ കൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് ബോധമില്ലേ? ഈ ശിവജിയെ പോലുള്ള ഇങ്ങനത്തെ പൂച്ചാണ്ടി മക്കളൊക്കെ സത്യം പറഞ്ഞാൽ തീവ്രവാദികളാണ്. ഇവന്മാരാണ് തീവ്രവാദികൾ, രാജ്യദ്രോഹികൾ. എന്തിനാണെങ്കിലും എനിക്ക് തോന്നുന്നു ബുധനാഴ്ചയാണ് ഇതിൻ്റെ ഒരു റീഎഡിറ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഭാഗങ്ങൾ എന്തായാലും തിയേറ്ററിൽ വരാൻ പോകുന്നത്. എന്തായാലും ഞാൻ റീഎഡിറ്റ് ചെയ്തതിന് ശേഷം എന്തായാലും ഞാൻ പടം പോയി കാണണം. എനിക്ക് കാണണം എന്താണ് ഇതിനകത്ത് ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, എന്തായാലും ഒരു 2-2.5 മിനിറ്റ് എന്തോളം അങ്ങാണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.